നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസാദ്. പ്രമേഹ ചികിത്സയെക്കുറിച്ച് ശരിയായ ഒരു ധാരണ നിങ്ങൾക്കില്ലാത്തതുകൊണ്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇത് ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ട് പലരും തെറ്റായ രീതിയിലാണ് പ്രമേഹത്തെ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ ഓരോ രോഗികളും, പ്രമേഹ രോഗികളും ചിന്തിക്കേണ്ടത്, ഗ്ലൂക്കോസിനെയോ കൊഴുപ്പിനോ എനർജി ആക്കാനുള്ള ഒരു മരുന്നും ഈ ഭൂമിയിലില്ല. നമ്മൾ കഴിക്കുന്ന ഗുളികകളോ ഇൻസുലിനോ എല്ലാം രക്തത്തിലെ ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യാനുള്ളതാണ് കൂടുതലും. അതൊരു സിംറ്റമാറ്റിക് അഡ്ജസ്റ്റ്മെൻറ്റാണ്. നിങ്ങൾ അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസും കൊഴുപ്പും അന്നന്ന് കത്തിച്ച് കളയാനുള്ള, എനർജിയാക്കി മാറ്റാനുള്ള വ്യായാമം ചെയ്തില്ലെങ്കിൽ ഇത് നിങ്ങളുടെ രക്തക്കൊള്ളിൽ അടിഞ്ഞിട്ടേയിരിക്കും. ചെറിയ രക്തക്കൊള്ളി ദ്രവിച്ച് തീരും, സ്മോൾ ബ്ലഡ് വെസൽ വാസ്കുലൈറ്റിസ്. ബാക്കി രക്തക്കൊള്ളിൻ്റെ എല്ലാം ഭിത്തിയിലേക്ക് കൊഴുപ്പടിഞ്ഞ് മുഴകൾ നിറയുന്നു, ബ്ലോക്കുകൾ നിറയുന്നു. മൾട്ടിപ്പിൾ ഒരു മുരിങ്ങാക്കോലിൻ്റെ അവസ്ഥയിൽ രക്തക്കൊള്ളിൻ്റെ ഭിത്തികൾ കാലക്രമേണ മാറിക്കൊണ്ടേയിരിക്കും. നിറയെ മുഴകൾ, ബാഡ് കൊളസ്ട്രോൾ നിറഞ്ഞിട്ടേയിരിക്കും. ഇതുമൂലം ഭാവിയിൽ വരാൻ പോകുന്ന കോംപ്ലിക്കേഷൻസ്, ഇതാണ് നിങ്ങളുടെ ചികിത്സാ ചെലവ് നിങ്ങൾ കാണേണ്ടത്. ഇന്ന് ഒരു മാസം ചെക്കപ്പ് നടത്തിയിട്ട് കുറച്ച് ഗുളിക കഴിക്കുന്നതോ ഡോക്ടർക്ക് ഫീസ് കൊടുക്കുന്നതോ അല്ല, അതല്ല നിങ്ങളുടെ ചിലവ് വരാൻ കിടക്കുന്നത്. എല്ലാ കൊല്ലം ഹോൾ ബോഡി ചെക്കപ്പ് നടത്തി കാല് മുറിക്കാറായോ, കിഡ്നി പോകാറായോ, കണ്ണ് പോകാറായോ, അറ്റാക്ക് അടിക്കാറായോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ചെടി നട്ടിട്ട് വേരുണ്ടോയെന്ന് നോക്കുന്നതിന് തുല്യം. നിങ്ങൾ ബ്ലഡ് ഷുഗർ ഗുളിക കൊണ്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ടാകാം, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ ഗ്ലൂക്കോസും കൊഴുപ്പും എങ്ങും പോകുന്നില്ല. ഇത് ഉള്ളിൽ അടിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കുന്നത് തടയണമെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് മാനേജ്മെൻറ്റ് കറക്റ്റായിരിക്കണം. നിങ്ങൾ പ്ലാൻഡായിട്ട് നിങ്ങളുടെ എല്ലാ മസിൽസ് കൊണ്ട് എക്സസൈസ് ചെയ്തിരിക്കണം. ഡയറ്റ്, ക്വാളിറ്റിയുള്ള ഡയറ്റ് കഴിച്ചുകൊണ്ട് പ്ലാൻഡായിട്ട് എക്സസൈസ് ചെയ്തിട്ട് ആ എക്സസൈസിൽ തന്നെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് ഓക്സിജൻ നിറയ്ക്കുകയും സെൽസിൽ നല്ലോണം ഓക്സിജനേഷൻ ഉറപ്പുവരുത്തുക. കാർഡിയാക് എക്സസൈസ് ചെയ്ത് ഹാർട്ട് സ്ട്രെങ്തൻ ചെയ്യുക. എല്ലാ മസിൽസും ഉപയോഗിച്ച് മസിൽ സ്പെസിഫിക് എക്സസൈസ് ചെയ്ത് മാക്സിമം ഗ്ലൂക്കോസും കൊഴുപ്പും എല്ലാ മസിൽസിലും ബേൺ ഔട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ മസിൽ ബൾക്ക് കൂട്ടുക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കൂടുതൽ ഗ്ലൂക്കോസും കൊഴുപ്പും എനർജിയാക്കി മാറ്റാൻ തുടങ്ങും മസിൽസിൻ്റെ അത്. ഇതിൻ്റെ കൂടെ നമുക്ക് കാലക്രമേണ പ്രായം നമ്മൾ സമ്പാദിക്കുമ്പോൾ നമുക്ക് കുനിയാനും നിവരാനും തിരിയാനും മറിയാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നു. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി സ്ട്രെച്ചുകളിലൂടെയും ടേൺസും അത് കുറച്ച് ഫ്രീ എക്സസൈസിലൂടെ എല്ലാം ബോഡിയുടെ ഫിറ്റ്നസ് സൂക്ഷിക്കുക. ആൻഡ് കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ്സ് എല്ലാം ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അതിൽ അല്പം സൂംബ പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ എല്ലാം കൂടെ ചേർത്തൊരു പ്ലാൻഡ് പാക്കേജഡ് എക്സസൈസുകൾ ചെയ്ത് നമ്മുടെ ശരീരത്തെ ഭാവിയിൽ വരാൻ പോകുന്ന എല്ലാ കോംപ്ലിക്കേഷൻസും പ്രിവെൻറ്റ് ചെയ്യണം. ഈ കോംപ്ലിക്കേഷൻസ് വരുന്നതോടുകൂടിയാണ് കാല് മുറിക്കേണ്ടി വന്നാലോ, കിഡ്നി കേടായിട്ട് ആഴ്ചയിൽ 1-2 ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോകുമ്പോഴോ, ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ അല്ലെങ്കിൽ നമുക്കൊരു ക്രോണിക് കംപ്ലൈൻറ്റ് വരുന്നു. പിന്നെ നമ്മൾ രോഗങ്ങളിലേക്ക് പോകുന്നു. നമ്മൾ ഇരുന്നും കിടന്നും നരകിച്ചു മരിക്കുന്ന അവസ്ഥയിലേക്ക് പോകും പ്രമേഹ രോഗി. അപ്പോഴാണ് നിങ്ങളുടെ ഹോസ്പിറ്റലൈസേഷൻ്റെ ബില്ല് വരുന്നതിൻ്റെയും ഈ കോംപ്ലിക്കേഷൻസ് ഓരോന്നിനും ടാക്കിൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ, ഓരോ സർജറിക്കും ഓരോന്നിനും വരുന്ന ചിലവുകൾ മനസ്സിൽ കാണാം. ഒപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഡിസബിലിറ്റി, മരിക്കുന്നതിന് മുമ്പ് കിടന്ന് നരകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എല്ലാവർക്കും ഒരു ബാധ്യതയായി നിങ്ങൾ മാറുന്ന അവസ്ഥ വരും. സോ ഇന്നത്തെ കാര്യം വലിയ കുഴപ്പമില്ല, ഇതിങ്ങനെ പോട്ടെ, ഗുളിക കഴിച്ചോ ഇൻസുലിൻ കുത്തിയോ ഗുളിക ഇതൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ, ഇങ്ങനെ മതി എന്ന് വിചാരിക്കുന്ന ഓരോ ആളുകളും ചിന്തിക്കുക, നിങ്ങളുടെ അവസാന കാലം വരുമ്പോഴേക്കും നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടു പോകും. ധാരാളം പൈസ, അപ്പോഴത്തേക്കും ചികിത്സാ ചെലവ് നിങ്ങളത് മനസ്സിൽ കാണുക. ഓരോ വർഷം കഴിയുന്തോറും എത്രത്തോളമാണ് എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുന്നതെന്ന്. റൈറ്റ്? അതുകൊണ്ട് ഓരോ പ്രമേഹ രോഗിയും ശ്രദ്ധിക്കുക. നിങ്ങൾ ആയുഷ്കാലം കൊണ്ട് അധ്വാനിച്ച് മിക്കവാറും ജീവിച്ചത് മക്കൾക്ക് വേണ്ടി, ആർക്കും എല്ലാം വേണ്ടിയിട്ടായിരിക്കും. ഒരു എടുത്താൽ പൊങ്ങാത്ത വീട്, കാറ്, ബൈക്ക്, മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ ഡ്രസ്സ്, മക്കളുടെ ഭക്ഷണം, അങ്ങനെ ജീവിച്ച് ആർക്കോ വേണ്ടി ജീവിച്ച് വയസ്സാകാലത്ത് രോഗങ്ങൾ വന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ കുറേ കാലം ജീവിച്ച് മുത്താരി, റവ, ഗോതമ്പ്, പിണ്ണാക്ക്, വൈക്കോല്, പുല്ലെന്നൊക്കെ ഭക്ഷണം കഴിച്ച് കുറേ മരുന്ന് കഴിച്ച് ജീവിച്ചിട്ടും അവസാന കാലം ഈ കാലും കണ്ണും കിഡ്നിയെല്ലാം പോയി കിടന്ന് നരകിക്കുകയും സമ്പാദിച്ച കാശിൻ്റെ 10 ഇരട്ടി മക്കൾക്കെല്ലാം ഒരു ബാധ്യതയായി മാറിയിട്ട് ആർക്കും വേണ്ടാത്തൊരവസ്ഥയിൽ കിടന്ന് നരകിച്ചു മരിക്കണ്ട എന്നുണ്ടെങ്കിൽ
ഇത്രയും ആയുഷ്കാലം സമ്പാദിച്ച സമ്പത്ത് ഫുള്ള് ചികിത്സയ്ക്ക് വേണ്ടി ചിലവാക്കണ്ടായെന്നുണ്ടെങ്കിൽ ഇന്നേ ശ്രദ്ധിക്കാൻ തുടങ്ങുക. നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ.